ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ബെഡിൽ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ നന്നായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പ്രസ്സിങ് കറക്റ്റ് വൃത്തിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കിടക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ അവ ബെഡ്ഷീറ്റ് ഇളകി പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ കയറി ഇരിക്കുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് ബെഡ്ഷീറ്റ് ഇളകി നമ്മുടെ ബെഡൊക്കെ ഒന്നായി ചുളിയാനുള്ള കാരണമാകും. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് റിങ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉള്ളോട്ടേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെയൊക്കെ തട്ടി റിങ്സ് ഒക്കെ ചിലപ്പോൾ ചതങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാനൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് നന്നായി ഒന്ന് ബെഡൊക്കെ ഒന്ന് നന്നായി ഒന്ന് വിരിച്ചതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു എൻഡിൽ ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതാ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചീർപ്പ് മതി കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു ചീർപ്പ് നമുക്ക് മതി. ഇതുപോലെ വേണ്ട, ഏത് തരം ചീർപ്പായാലും നമുക്ക് മതി. ഇത് കണ്ടോ, ഇതുപോലെ നന്നായി നമുക്ക് ചീർപ്പ് കൊണ്ട് കണ്ടോ, ഇതുപോലെ ചീപ്പ് കൊണ്ട് നന്നായി നമുക്ക് ഉള്ളോട്ടേക്ക് വെച്ച് നല്ലോണം ഉള്ളോട്ടേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് നല്ല ഇതിൽ കേട്ടോ. ഇപ്പോൾ കണ്ടോ, എത്ര ഇളക്കിയാലും അത്ര പെട്ടെന്നൊന്നും ഇളകി പോരാത്ത ആ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് നമുക്ക് വിരിക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഉള്ളോട്ടേക്ക് നമ്മൾ ചിലപ്പോൾ അത്ര കൈ നമുക്ക് അതിൻ്റെ ഉള്ളോട്ടേക്ക് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ആ അത്രയും ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്കിതാ ഇവിടെയൊക്കെ നമുക്കിതാ കേട്ടോ ഇതുപോലെ നല്ലതായി ഉള്ളോട്ടേക്ക് ചീരിക്കാൻ കഴിയും കേട്ടോ. കേട്ടോ, അപ്പോൾ നല്ലൊരു വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തുമ്പ് പോലും നമുക്ക് ആ ഒരു സൈഡിലോ വക്കിലോ വൃത്തികേടായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ വലിയ ബെഡൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്താൽ മതി. കണ്ടോ, നല്ല വൃത്തി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത്, നമ്മുടെ ബെഡ് അതുപോലെ തലയിണയിലൊക്കെ പലതരത്തിലുള്ള അഴുക്കുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് രോമം മുതൽ ചെറിയ നൂലിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പോക്കാനുള്ളൊരു ടിപ്പും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിനായി നമ്മുടെ ഈ ഒരു സെല്ലോ ടാപ്പ് എന്ന് പറയുന്നത്, ഈ സെല്ലോ ടാപ്പ് ജസ്റ്റ് ഞാനിതൊന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഒരു സൈഡ് കണ്ടോ, ഇതുപോലെ ഒന്ന് മറച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പശയുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു കിടക്കയിലൊക്കെ നമുക്കൊന്ന് ഒപ്പി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോഫയിൽ, കിടക്കയിൽ, അതുപോലെ തലയിണയിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രോമങ്ങൾ അതുപോലെ തന്നെ നൂലുകളൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. പില്ലോയിലും നമുക്ക് ഈ ഒരു ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു ഇത് കണ്ടാലേ നിങ്ങൾക്ക് ശരിക്കും ഇത് മനസ്സിലാവുള്ളൂ. അത് കൂടുതലും സോഫയിലൊക്കെ വെക്കുക കേട്ടോ. ചിലപ്പോൾ പൂച്ചക്കുള്ള വീടുകളിലാണെങ്കിൽ അതൊക്കെ നന്നായി പറ്റി പിടിക്കാൻ പറ്റിയൊരു ഇതാണിത്. അത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഇത് പോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടോ, ഇതിലിതാ ചെറിയ ചെറിയ നമ്മൾ പോലും കാണാത്ത തരത്തിലുള്ള മുടി കണ്ട രോമം ഇവയൊക്കെ നമ്മുടെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ കളയാൻ നമുക്ക് സാധിക്കും.